friends, എല്ലാവർക്കും ഫാസ് അനോഫ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അറേബ്യൻ സ്റ്റൈൽ മീൻ പൊരിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ പാരമീനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ മീനിന് പല നാട്ടിലും പല പേരുകളായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പാരമീൻ എന്നാണ് പറയാറ്. അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മിക്സാക്കി എടുക്കാം. നല്ലപോലെ മിക്സ് ആക്കണം. ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നന്നായി തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും പേസ്റ്റ് ആവണം. എന്നാലുള്ളത് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ മസാലയൊക്കെ നന്നായി മീനിനൊന്ന് പിടിക്കണ്ടേ. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി എടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ മീൻ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി ഈ മീനിൽ ഈ പൊടി നന്നായിട്ടൊന്ന് കോട്ടിങ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലായി രേഖപ്പെടുത്തേണ്ടതാണ്. മീനിന് നനവില്ലാത്ത രീതിയിൽ കോട്ടിങ് ചെയ്തെടുക്കണം. ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഇടയ്ക്ക് തിരിച്ചും മറിച്ചു വിട്ട് നന്നായി ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ മീൻ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ എണ്ണയിൽ നിന്ന് കോരാം. ഇതുപോലെ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ മീനിനെ നമ്മൾ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.